ഈ ചെടിയാണ് കോംബ്രറ്റം ഫ്രൂട്ടിക്കോസം. ഇതിന് നമ്മൾ കോമൺ ആയിട്ട് മങ്കി ബ്രഷ് വൈൻ, ഓറഞ്ച് ഫ്ലെയിം വൈൻ എന്നെല്ലാം പല പേരുകളിൽ പറയപ്പെടുന്നു. ഇത് കണ്ട് ഇതിൻ്റെ പൂവിൻ്റെ ആ രൂപഭംഗി കൊണ്ടാണ് ഇതിനെ മങ്കി ബ്രഷ് വൈൻ എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. ഇത് കണ്ട് ഇതിപ്പോൾ കോംബ്രറ്റം ഫ്രൂട്ടിക്കോസത്തിൻ്റെ നമ്മൾ വിൽപ്പനക്കായി തയ്യാറാക്കിയിരുന്ന തൈകളാണ്. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ചെടികളിലും അടുത്ത ദിവസങ്ങളായിട്ട് പൂക്കൾ റെഡി ആയിരിക്കും. ഈ ഒരു ചെടി വലിപ്പമുള്ളൊരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പക്ഷികളെ വീട്ടിൽ വളർത്തേണ്ട ആവശ്യമില്ല. ഇതിൽ ഏത് സമയം നോക്കിയാലും പക്ഷികൾ തേൻ കുടിക്കാൻ വേണ്ടി കൂട്ടമായിട്ട് വരാറുണ്ട്. ഇതിൻ്റെ മൊട്ട് മുതൽ ഇതിപ്പോൾ പൂർണ്ണമായിട്ടും മൊട്ടാണ്. ഇത് വിരിഞ്ഞ് തുടങ്ങിയ ഒരു പൂവാണ്. ഇത് ഏകദേശം വിരിഞ്ഞ് പകുതിയിലേറെ വിരിഞ്ഞ പൂവാണ്. ഇത് പൂർണ്ണമായിട്ടും വിരിഞ്ഞതാണ്. ഇതിൻ്റെ പൂക്കളുടെ എല്ലാ സ്റ്റേജുകളും കാണുവാൻ വളരെ മനോഹരമാണ്. ഇത് അടിസ്ഥാനപരമായി ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ വീട്ടിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഗേറ്റ് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾ ഗാർഡനിലെ മറ്റു ഭാഗങ്ങളിൽ സപ്പോർട്ടോട് കൂടി വളർത്താൻ പറ്റിയ വളരെ നല്ലൊരു ക്രീപ്പറാണ്. അതേപോലെ തന്നെ ഇത് വെട്ടി നല്ലപോലെ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു ഷ്രബ് പോലെ ഭംഗിയായിട്ട് ഇത് വളർത്താൻ സാധിക്കും. ഇത് ഞങ്ങൾ നേഴ്സറിയിലുള്ള മദർ പ്ലാന്റ് ആണ്. ഇതിന് പ്രത്യേകിച്ച് യാതൊരുവിധ പരിചരണം ആവശ്യമില്ല. നമ്മൾ കൂടുതൽ ഇതിൽ കീടനാശിനികളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പക്ഷികളും അതേപോലെ തന്നെ ബട്ടർഫ്ലൈസൊക്കെ വളരെയധികം കുറയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കീടനാശിനികളും ഉപയോഗിക്കാറില്ല. ഇത് കോംബ്രറ്റം ഫ്രൂട്ടിക്കോസത്തിൻ്റെ വിൽപ്പനക്കായിട്ട് തയ്യാറായിട്ടുള്ള ഗ്രോ ബാഗിൽ തയ്യാറാക്കിയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 അടിയോളം പൊക്കമുള്ള വലിപ്പമുള്ള ഒരു ചെടിയാണ്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇത് കണ്ട് ഇതിപ്പോൾ നമ്മൾ കോംബ്രറ്റത്തിൻ്റെ തൈകൾ ആവശ്യത്തിന് റെഡി ആയിട്ടുണ്ട് ഫാമിൽ. ഏകദേശം ഒരു 5 അടിയോളം പൊക്കത്തിലാണ് നിൽക്കുന്നത്. വളരെ ആരോഗ്യമുള്ള തൈകളാണ്. ഇപ്പോൾ എല്ലാ തൈകളും വിൽപ്പനക്കായിട്ട് സജ്ജമാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ വൈറ്റ് ലയിലും പുത്തൻകുരിശും പോത്താനിക്കാടുള്ള ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ്.